നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പൊതുപ്രവർത്തനത്തിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുന്നുവെന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ. നിർമ്മാണ മേഖലയിൽ ഗവേഷണ കേന്ദ്രം തുടങ്ങണമെന്ന് MK രാഘവൻ MP. കാൽപ്പനിക പരിസ്ഥിതി പ്രവർത്തനമല്ല, ശോഭീന്ദ്രന്റേതുപോലുള്ള ഇഴുകിച്ചേർന്ന പരിസ്ഥിതി പ്രവർത്തനമാണ് ഇന്നത്തെ കാലത്തിനാവശ്യമെന്ന് കവി വീരാൻകുട്ടി. ഗാന്ധിയൻ മൂല്യങ്ങളെ പിൻപറ്റുന്ന പരമ്പരയാവണം നമ്മളെന്ന് CK നാണു MLA. സഭാ ഐക്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന CSI മലബാർ മഹാ ഇടവക ബിഷപ്പിന് ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയുടെ യാത്രയയപ്പ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. പൊതുപ്രവർത്തനത്തിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുന്നുവെന്ന് ആവർത്തിച്ച് കെ മുരളീധരൻ. ഇനി മത്സരിക്കാനില്ല, യാതൊരു ആവശ്യവും നേതൃത്വത്തിന് മുന്നിൽ വെച്ചിട്ടില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചരണത്തിന് ഇറങ്ങുമെന്നും മുരളീധരൻ കോഴിക്കോട്ട് പറഞ്ഞു. അല്ല, അതിന്റെ ആവശ്യമില്ല. കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാരുണ്ട്. എന്നാൽ നാളെ ലോക്കൽ ബോഡി ഇലക്ഷനൊക്കെ വരുമ്പോൾ ഞാൻ ഉണ്ടാവും പ്രവർത്തകർ. കാരണം അത് പ്രവർത്തകരുടെ ഇലക്ഷനാണ്. അതിന് ഞാൻ സജീവമായിട്ടുണ്ടാവും. അതുവരെ തൽക്കാലം മാറിയിരിക്കും. സ്ഥാനാർത്ഥിയായോ അല്ലെങ്കിൽ നേതൃസ്ഥാനത്തേക്കോ വരുന്നില്ല തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. 20ൽ 18 സീറ്റ് കിട്ടുകയും 110ഓളം സീറ്റുകളിൽ കോൺഗ്രസ് UDF ഒന്നാം സ്ഥാനത്ത് എത്തുകയും ചെയ്ത സാഹചര്യത്തിൽ സുധാകരനെ മാറ്റാൻ പാടില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം എന്ത് അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിനെ മാറ്റണം എന്ന് പറയും? ഇത്രയും നല്ല റിസൾട്ട് കിട്ടില്ല. അത് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരെ അദ്ദേഹം തന്നെ തുടരണമെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിർമ്മാണ മേഖലയിൽ ഗവേഷണ കേന്ദ്രം തുടങ്ങണമെന്ന് MK രാഘവൻ MP. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ കോഴിക്കോട് സെന്റർ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും സംസ്ഥാന സമിതി യോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോഴിക്കോട് ഹോട്ടൽ ട്രിപ്പൻറ്റയിലായിരുന്നു ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സമിതി യോഗം. ഇതിനോടനുബന്ധിച്ചായിരുന്നു അസോസിയേഷൻ കോഴിക്കോട് സെന്റർ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണം. ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിൽ ഗവേഷണ കേന്ദ്രം തുടങ്ങണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചെയർമാൻ K ഖാലിദ് അധ്യക്ഷനായി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA അംഗങ്ങൾക്കുള്ള ഇൻഷുറൻസ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് ചെയർമാൻ ERPN സുരേഷ് സ്ഥാനാരോഹണ കർമ്മം നിർവഹിച്ചു. പുതിയ ചെയർമാനായി സുബൈർ കൊളക്കാടൻ, സെക്രട്ടറി PM ശ്രീജിത്ത്, ട്രഷറർ രമേഷ് കുമാർ, വൈസ് ചെയർമാൻമാരായി KMA അഹമ്മദ് അലി, സന്തോഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് മലയിൽ എന്നിവർ ചുമതലയേറ്റു. കേരളത്തിൽ ഏറ്റവുമധികം തൊഴിൽ നൽകുന്ന രണ്ടാമത്തെ മേഖലയായ നിർമ്മാണ മേഖലയെ സംരക്ഷിക്കണമെന്ന് ബിൽഡേഴ്സ് അസോസിയേഷൻ യോഗം ആവശ്യപ്പെട്ടു. ചെറുകിട നിർമ്മാണ മേഖലയിൽ കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് നിരുത്സാഹപ്പെടുത്തുക ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളും പ്രമേയത്തിലൂടെ സംസ്ഥാന കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാൽപ്പനിക പരിസ്ഥിതി പ്രവർത്തനമല്ല, മറിച്ച് പ്രൊഫസർ ശോഭീന്ദ്രന്റേതുപോലെ ഇഴുകിച്ചേർന്ന പരിസ്ഥിതി പ്രവർത്തനമാണ് ഇന്നത്തെ കാലത്ത് വേണ്ടതെന്ന് കവി വീരാൻകുട്ടി. പരിസ്ഥിതി ഹ്രസ്വചിത്ര പ്രദർശനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം വടകരയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
കാൽപ്പനിക പരിസ്ഥിതി പ്രവർത്തനമല്ല, മറിച്ച് പ്രൊഫസർ ശോഭീന്ദ്രൻ്റേതുപോലെ ഇഴുകിച്ചേർന്ന പരിസ്ഥിതി പ്രവർത്തനമാണ് ഇന്നത്തെ കാലത്ത് വേണ്ടതെന്ന് കവി വീരാൻകുട്ടി പറഞ്ഞു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സ്കൂളുകൾ ഉൾപ്പെടെ 2000 കേന്ദ്രങ്ങളിൽ അമ്മു എന്ന പരിസ്ഥിതി ഹ്രസ്വചിത്രം പ്രദർശിപ്പിക്കുന്നതിന്റെ ജില്ലാതല ഉദ്ഘാടനം വടകര ഡയറ്റിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരിസ്ഥിതിയോട് ഇണങ്ങി ഭൂമിയിലെ മറ്റൊരു ജീവജാലത്തെ പോലെ എല്ലാവരുമായി ഐക്യപ്പെട്ട് കഴിയുന്ന മനുഷ്യന്മാർ. പൊക്കുടൻ എന്ന് പറഞ്ഞൊരു മനുഷ്യനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ മനുഷ്യനെയാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ജീവിതകാലം മുഴുവൻ ആദ്യകാലത്ത് അദ്ദേഹം താൻ വിശ്വസിച്ച രാഷ്ട്രീയ ആദർശത്തിൽ പ്രവർത്തിക്കാൻ ശ്രമിച്ചു. പക്ഷെ താൻ കീഴാളനായതുകൊണ്ട് അവിടെ അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയും ചെയ്ത ശേഷം തന്റെ ദൗത്യം അതല്ല, താൻ പിറന്ന മണ്ണിലെ താൻ ജനിച്ച പരിസ്ഥിതി ചുറ്റുപാടിൽ അതിന്റെ ജീവൻ പകർത്തുകൊണ്ട് ജീവിക്കലാണ് തന്റെ ദൗത്യം തിരിച്ചറിഞ്ഞ് ഫൗണ്ടേഷൻ രക്ഷാധികാരി മുൻ DDE EK സുരേഷ് കുമാർ പരിസ്ഥിതി പ്രഭാഷണം നടത്തി. ഫൗണ്ടേഷൻ പ്രസിഡന്റ് വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായി. ഡയറ്റ് പ്രിൻസിപ്പൽ UK അബ്ദുൽ നാസർ, ഫൗണ്ടേഷൻ സെക്രട്ടറി ZA സൽമാൻ, TNK നിഷ, K ലക്ഷ്മി, D ദിവ്യ, പൗലി ജെയിംസ്, M പ്രബീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ഡയറ്റ് ക്യാമ്പസിൽ ശോഭീന്ദ്ര വൃക്ഷവും നട്ടു. ശോഭീന്ദ്ര വാരത്തിലെ ഒരു ദിവസത്തെ ഇനം എന്ന രീതിയിലാണ് പരിസ്ഥിതി ഹ്രസ്വചിത്രത്തിന്റെ പ്രദർശനം ഉൾപ്പെടുത്തിയത്. ന്യൂസ് ബ്യൂറോ, വടകര. ഗാന്ധിയൻ മൂല്യങ്ങൾ പിൻപറ്റുന്ന പരമ്പരയാവണം നമ്മളെന്ന് CK നാണു MLA. അത്തരം രാഷ്ട്രീയ ചിന്തകളോട് ചേർന്ന് നിന്നു പോകാൻ പ്രൊഫസർ ജോബ് കാട്ടൂരിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ജോബ് കാട്ടൂരിന്റെ 84ാം ജന്മദിന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷവും രാജ്യത്ത് മതേതരത്വവും ജനാധിപത്യവും നിലനിൽക്കുന്നതിനായി ഗാന്ധിയൻ മൂല്യങ്ങളെ മുറുകെ പിടിച്ച നേതാക്കളായിരുന്നു കാമരാജ്, മൊറാർജി ദേശായി, അശോകമേത്ത തുടങ്ങിയവർ. അത്തരം മൂല്യങ്ങളെ പിൻപറ്റുന്നവരാവണം നമ്മളെന്ന് ശ്രീ CK നാണു MLA അഭിപ്രായപ്പെട്ടു. ആ നിരയിലെ നേതാക്കളുടെ രാഷ്ട്രീയ ചിന്തകളോട് ചേർന്ന് പോകാൻ ശ്രീ ജോബ് കാട്ടൂരിന് കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയത്ത് നിന്നും വന്ന് കോഴിക്കോടിന്റെ ഭാഗധേയങ്ങളിൽ നിറഞ്ഞു നിന്ന നേതാവ് കൂടിയാണ് പ്രൊഫസർ ജോബ് കാട്ടൂർ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രൊഫസർ ജോബ് കാട്ടൂരിന്റെ 84ാമത് ജന്മദിന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാനിത് ചിലതിൽ വികാരമായിട്ടുണ്ടാവും, എന്നാലും വേറെ ഒരു അവസരത്തിൽ പറയാൻ സാധിക്കാത്തതുകൊണ്ടാണ് പറഞ്ഞത്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഒരു യഥാർത്ഥത്തിൽ ഗാന്ധിയൻ സമീപനങ്ങൾ സ്വീകരിച്ച, ഖാദി വസ്ത്രം ധരിച്ച, അതിനനുസരിച്ചുള്ള ജീവിത നിലവാരം നടത്തുന്ന, ഇവിടെ ചില സാഹചര്യങ്ങൾ ദൗർഭാഗ്യകരമാണ്, പക്ഷെ അതിനെയെല്ലാം അതിജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ജനങ്ങളെ സംഘടിപ്പിക്കാൻ, അതിനുള്ള നേതൃത്വം കൊടുക്കാൻ ബഹുമാനപ്പെട്ട നമ്മുടെ സ്വീകരിക്കുന്ന ആദരിക്കുന്നവർ അതേപോലെ പോലുള്ളവരെ രൂപപ്പെടുത്തിയെടുത്ത് നല്ല പ്രസ്ഥാനമാക്കി നിങ്ങൾ പ്രസ്ഥാനിക്കുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി PK രാജൻ മംഗളപത്രം നൽകി പൊന്നാട അണിയിച്ചു. NCP ജില്ലാ പ്രസിഡന്റ് മുക്കം അധ്യക്ഷനായി. M ആലിക്കോയ, PR സുനിൽ സിംഗ്, ബേബി വാസൻ, O രാജൻ, P സുധാകരൻ, അഡ്വക്കേറ്റ് സൂര്യനാരായണൻ, C സത്യചന്ദ്രൻ, P രാമകൃഷ്ണൻ, യൂസഫ് പുതുപ്പാടി എന്നിവർ സംസാരിച്ചു. പ്രൊഫസർ ജോബ് കാട്ടൂർ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരികെ എത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിനെ കാലങ്ങളായി പൊന്നണിയിച്ച ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മാവൂർ റോഡ് പാളയം ഷോറൂമുകൾ ഒരുമിച്ച് ചേർന്ന മെഗാ ഷോറൂം കോഴിക്കോട് അരയിടത്ത് പാലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ജൂൺ 10 തിങ്കളാഴ്ച രാവിലെ 10:30. ബോച്ചയും സിനിമാ താരം മഡോണ സെബാസ്റ്റ്യനും ചേർന്ന് നിർവഹിക്കുന്നു. അതിവിപുലമായ കളക്ഷൻ, അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം, HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഞങ്ങളുടെ പുതിയ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. അതിശയിപ്പിക്കുന്ന ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അരയിടത്ത് പാലം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സഭാ ഐക്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സൗത്ത് ആഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലേക്ക് പോകുന്ന CSI മഹാ ഇടവക ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടറിന് ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി യാത്രയയപ്പ് നൽകി. സഭാ ഐക്യത്തിനായുള്ള ബിഷപ്പിന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് ബിഷപ്പ് ഹൌസിലാണ് യാത്രയയപ്പ് ചടങ്ങുകൾ നടന്നത്. YMCA ജനറൽ സെക്രട്ടറി ജോൺ അഗസ്റ്റിൻ ബൊക്കയും ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി സീനിയർ വൈസ് ചെയർമാൻ PV സൈമൺ പൊന്നാടയം അണിയിച്ച് ബിഷപ്പിനെ ആദരിച്ചു. പരിപാടിയിൽ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ചെയർമാൻ C ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവരുടെ ഐക്യത്തിനായി സൗത്ത് ആഫ്രിക്കയിൽ നടക്കുന്ന രണ്ടാമത്തെ സമ്മേളനത്തിൽ ഏഷ്യയിൽ നിന്നുള്ള ഏക പ്രതിനിധിയായാണ് ബിഷപ്പ് പങ്കെടുക്കുന്നത്. കൊച്ചിയിൽ നിന്നും ദോഹ വഴിയാണ് യാത്ര. ആംഗ്ലിക്കൻ സമൂഹവും പെന്തക്കോസ്തുകാരും തമ്മിലുള്ള ഒരു സംവാദമാണ്, ഒരു ദൈവശാസ്ത്രപരമായ സംവാദം. ഇത് 2 വർഷം മുമ്പാണ് ആരംഭിച്ചത്. അതിൻ്റെ ചെയർപേഴ്സണാണ് ഞാൻ. 14-ാം തീയതി വരെയാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. ഏഷ്യയിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ ഇതിൽ പങ്കെടുക്കുന്നത്. പെന്തക്കോസ്റ്റ് വേൾഡ് ഫെഡറേഷനാണ് പെന്തക്കോസ്തുകാരെ പ്രതിനിധീകരിക്കുന്ന സംഘടന. ആംഗ്ലിക്കൻ സമൂഹത്തിന് വേണ്ടിയിട്ട് ആംഗ്ലിക്കൻ കമ്മ്യൂണിയൻ ആണ് ഇതിൽ പങ്കെടുക്കുന്നത്. യോഗത്തിൽ ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ജനറൽ കൺവീനർ RJ ജോൺസൺ, കൺവീനർ AC ഗീവർ, ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി ഭാരവാഹികളായ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, MK ബിജു, PJ ജെയിംസ്, VS പ്രിൻസ് എന്നിവരും സംസാരിച്ചു. സഭാ ഐക്യത്തിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്തവർ അഭിപ്രായപ്പെട്ടു. ജോൺ അഗസ്റ്റിൻ, CC മനോജ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. UPSC പരീക്ഷയിൽ ചരിത്ര വിജയം നേടി കീഴരിയൂർ സ്വദേശിനി AK സരിക. സെറിബ്രൽ പാൾസി രോഗബാധിതയായ സരിക തന്റെ കഠിന പരിശ്രമം കൊണ്ടും പ്രിയപ്പെട്ടവരുടെ പ്രോത്സാഹനം കൊണ്ടുമാണ് ഉന്നത വിജയം നേടിയത്. ചലനശേഷി കുറവായ 23-കാരിയായ സരിക ചലിക്കുന്നത് വീൽ ചെയറിന്റെ സഹായത്തോടെയാണ്. വീൽ ചെയറിൽ ഒതുങ്ങിയപ്പോഴും സെറിബ്രൽ പാൾസി രോഗം മൂലം ഇടത് കൈയുടെ ചലനശേഷി കുറവായിട്ടും കടുത്ത മത്സര പരീക്ഷയിൽ സരിക 922-ാം റാങ്ക് കരസ്ഥമാക്കി. തന്റെ സ്വപ്നം യാഥാർത്ഥ്യമായെന്നും IAS-ൽ ഡിഫറൻ്റ് ഏബിൾഡ് കാറ്റഗറിയിൽ നിയമനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സരിക പറഞ്ഞു. കൊയിലാണ്ടി SNDP കോളേജിൽ നിന്നും ഇംഗ്ലീഷിൽ ബിരുദം നേടിയ സരിക സിവിൽ സർവീസ് പരിശീലനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയായിരുന്നു. സ്കൂൾ അധ്യാപകനായ അബ്ദുറഹിമാനാണ് പ്രേരണയായത്. അദ്ദേഹം വഴികാട്ടിയായതോടെ ജോബിൻ S കൊട്ടാരത്തിന്റെ പ്രൊജക്റ്റായ ചിത്രശലഭത്തിലൂടെ ട്രെയിനിങ് ആരംഭിച്ചു. 2022-ൽ പരിശീലനം ആരംഭിച്ച സരിക തന്റെ രണ്ടാമത്തെ ശ്രമത്തിലാണ് UPSC നേടിയത്. I preferred IAS as my first preference, but I am not sure whether I got or not. But whatever the service I got, I will do my best, and I can assure that the society, I will do what I in my possibilities for the society. But if I get IAS, I am aiming to do something for specially able person, because I am also from that community. So for education they are suffering a lot. I can understand that, because I also face a lot. So I want to do something special for the education of specially able person. IAS ലഭിക്കുകയാണെങ്കിൽ കേരള കേഡറിൽ ജോലി ചെയ്യണമെന്നാണ് താല്പര്യമെന്നും രണ്ടാമതായി തമിഴ്നാട് തിരഞ്ഞെടുക്കുമെന്നും സരിക പറയുന്നു. കീഴടങ്ങാത്ത ഇച്ഛാശക്തിയിലൂടെ വലിയ നേട്ടം കൊയ്ത സരിക അഭിമാനത്തിന്റെ നെറുകയിലാണ്. കീഴരിയൂർ ഇരമൺകണ്ടി ശശീന്ദ്രന്റെയും രകയുടെയും മകളാണ് സരിക. ദേവികയാണ് സഹോദരി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് സ്നേഹാദരം 2024 സംഘടിപ്പിച്ചു. മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഗ്രാമപഞ്ചായത്തുകളെയും കവി സത്യചന്ദ്രൻ പൊയിൽക്കാവിനെയും ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P ബാബുരാജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. പന്തലായനി ബ്ലോക്ക് പഞ്ചായത്ത് സ്നേഹാദരം 2024 സംഘടിപ്പിച്ചു.
2022-23 വർഷത്തെ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും നല്ല ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിനെയും മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ മികച്ച പ്രവർത്തനം നടത്തിയ ജില്ലയിൽ 1ാം സ്ഥാനം നേടിയ മൂടാടി ഗ്രാമപഞ്ചായത്തിനെയും കവിയും എഴുത്തുകാരനുമായ സത്യചന്ദ്രൻ പൊയ്ക്കാവിനെയും ആദരിക്കുന്ന ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് വിപണന കേന്ദ്രം ഹാളിൽ വെച്ച് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. മറ്റൊന്ന് മഹാത്മാ പുരസ്കാരം ലഭിക്കുന്നത് തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ബെസ്റ്റ് പെർഫോമൻസ് എന്നുള്ള നിലയ്ക്ക് വന്നതാണ്. ഇതിനോടൊക്കെ തന്നെ പറയുമ്പോൾ നമ്മുടെ 5 ഗ്രാമപഞ്ചായത്തിലും ഇതുപോലൊക്കെ തന്നെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിയും, അല്ലെങ്കിൽ അതിനെ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് കൂടി ആ പഞ്ചായത്തിൽ ഉള്ള ആളുകൾക്ക് കൂടി മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് അവരെ കൂടി ഇതിലേക്ക് ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ സംഘടനകൾ തീരുമാനിച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ജീവാനന്ദൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അംഗങ്ങളായ കെ അഭിനീഷ്, ബിന്ദു സോമൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സി കെ ശ്രീകുമാർ, എ എം സുഗതൻ, ബിന്ദു രാജൻ, സതി കിഴക്കയിൽ, ബ്ലോക്ക് മെമ്പർമാരായ സുഹറ ഖാദർ, ശ്രീബ ശ്രീധരൻ, രജില, ബിന്ദു മഠത്തിൽ, സുധാ കാപ്പിൽ, ബ്ലോക്ക് സെക്രട്ടറി കെ വി സതീഷ് കുമാർ, ഇ കെ ജുബീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പലസ്തീൻ കൂട്ടക്കുരുതിക്കെതിരെ നാഷണൽ ലീഗ് പ്രതിഷേധിച്ചു. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ മുദ്രാവാക്യങ്ങൾ മുഴക്കി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. പലസ്തീനിൽ ഇസ്രായേൽ നടത്തിവരുന്ന ഭീകരമായ മനുഷ്യക്കുരുതിയിൽ അമർഷവും പ്രതിഷേധവും രേഖപ്പെടുത്തി നാഷണൽ ലീഗ് പ്രവർത്തകർ കോഴിക്കോട് പ്രകടനം നടത്തി. കോരിച്ചൊരിയുന്ന മഴയെ വകവയ്ക്കാതെ നടന്ന പ്രകടനത്തിൽ അണിനിരന്നവർ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ശക്തമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഷർമദ് ഖാൻ, കെ കെ മുഹമ്മദ്, റഫീഖ് അഴിയൂർ, വഹാബ് മണ്ണിൽക്കടവ്, എം എം മൗലവി, ആലിക്കുട്ടി മാസ്റ്റർ എന്നിവർ നേതൃത്വം നൽകി. സമാപന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്തു. എൻ കെ അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. സി പി നാസർ കോയ തങ്ങൾ, പി ടി സുബൈർ, ഒ പി ഐ കോയ, ഒ പി റഷീദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിനെ കാലങ്ങളായി പൊന്നണിയിച്ച ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മാവൂർ റോഡ് പാളയം ഷോറൂമുകൾ ഒരുമിച്ച് ചേർന്ന മെഗാ ഷോറൂം കോഴിക്കോട് അരയിടത്ത് പാലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ജൂൺ 10 തിങ്കളാഴ്ച രാവിലെ 10:30. ബോച്ചയും സിനിമാ താരം മഡോണ സെബാസ്റ്റ്യനും ചേർന്ന് നിർവഹിക്കുന്നു. അതിവിപുലമായ കളക്ഷൻ, അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം, HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഞങ്ങളുടെ പുതിയ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. അതിശയിപ്പിക്കുന്ന ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അരയിടത്തുപാലം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ജിടെക് ഗ്ലോബൽ ക്യാമ്പസ് ജൂൺ 9 പാളയത്ത് അപ്സര തിയേറ്ററിന് സമീപം പ്രവർത്തനം തുടങ്ങും. തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് മാർഗനിർദ്ദേശങ്ങൾ സെന്ററിലൂടെ ലഭിക്കും. മാറി വരുന്ന വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ കേരളത്തിലും പൊതുവെ ഇന്ത്യയിലും മൊത്തത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് നാഷണൽ കോളേജ് ഓഫ് കറസ്പോണ്ടൻസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കാം. ജിടെക് ഗ്ലോബൽ ക്യാമ്പസുമായി കൈകോർത്തുകൊണ്ട് ജിടെക് ഗ്ലോബൽ ക്യാമ്പസിന്റെ കോഴിക്കോട് സെന്റർ ഈ വരുന്ന ഞായറാഴ്ച 9-ാം തീയതി ബഹുമാനപ്പെട്ട MLA ശ്രീ തോട്ടത്തിൽ രവീന്ദ്രൻ അവർ ഉദ്ഘാടനം ചെയ്യുകയാണ്.
വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിടെക് എഡ്യൂക്കേഷന്റെ സഹോദര സ്ഥാപനമാണ് ജിടെക് ഗ്ലോബൽ ക്യാമ്പസ്. വിദേശ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ കൗൺസിലിംഗ്, ആപ്ലിക്കേഷൻ പ്രോസസ്സുകൾ, അഡ്മിഷൻ, വിസ തുടങ്ങി ഹോസ്റ്റൽ സൗകര്യം വരെയുള്ള എല്ലാ സേവനങ്ങളും ജിടെക് ഗ്ലോബൽ ക്യാമ്പസിലൂടെ ലഭിക്കും. IELTS, OET, TOEFL പരീക്ഷകളുടെ പരിശീലനവും ദേശസാൽകൃത ബാങ്കുകളുമായി ചേർന്നുകൊണ്ട് വിദ്യാഭ്യാസ ലോൺ സൗകര്യവും ജിടെക് ഗ്ലോബൽ ക്യാമ്പസിലൂടെ നൽകും. പാളയം സെന്ററിന്റെ ഉദ്ഘാടനം ജൂൺ 9 തോട്ടത്തിൽ രവീന്ദ്രൻ MLA നിർവഹിക്കുമെന്ന് ഗ്ലോബൽ ക്യാമ്പസ് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗുരുവായൂരപ്പൻ കോളേജ് ശോഭീന്ദ്രൻ ഫോറം പരിസ്ഥിതി ദിനം ആചരിച്ചു. മാനാഞ്ചിറ മൈതാനത്ത് വൃക്ഷത്തൈ നട്ടുകൊണ്ടായിരുന്നു ദിനാഘോഷങ്ങൾ. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫോറം പ്രവർത്തകർ നേതൃത്വം നൽകി. പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി മാനാഞ്ചിറ മൈതാനത്ത് സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജിലെ ശോഭീന്ദ്രൻ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ വൃക്ഷത്തൈ നട്ടു. കോളേജ് മുൻ യൂണിയൻ ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് മാത്യു വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ MP മനോജ്, NK അനൂപ്, K ഷൈജു, P ഗീത, TO ജേക്കബ്, NP അനിൽകുമാർ, KB ജയാനന്ദൻ എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഏഷ്യാനെറ്റിന്റെ സാമൂഹിക പ്രതിബദ്ധതാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മികവിനായി ഒരു ലാപ്ടോപ്പ് പദ്ധതി നടപ്പിലാക്കി. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാൻ ഒരുങ്ങുന്ന പദ്ധതിയുടെ ആദ്യഘട്ടം കോഴിക്കോട്ട് നടന്നു. ചടങ്ങ് MLA തോട്ടത്തിൽ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച മികവിനായി ലാപ്ടോപ്പ് സൗജന്യ ലാപ്ടോപ്പ് വിതരണ പദ്ധതിയുടെ ആദ്യഘട്ടമാണ് കോഴിക്കോട് നടന്നത്. കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുത്ത 24 വിദ്യാർത്ഥികൾ ചടങ്ങിൽ ലാപ്ടോപ്പുകൾ സ്വീകരിച്ചു. മികവിനായി ലാപ്ടോപ്പ് പദ്ധതിയുടെ ആദ്യഘട്ട വിതരണ ഉദ്ഘാടനം MLA തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. അതിൻ്റെ സാമൂഹ്യമായ ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നിർവഹിക്കുന്നത്. നമ്മളെല്ലാം സമൂഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തതാണ്. നമുക്കെല്ലാം നൽകുന്നത് സമൂഹമാണ്. പലപ്പോഴും നമ്മൾ ആലോചിക്കാത്തൊരു കാര്യമാണ്. കാരണം സമൂഹമില്ലെങ്കിൽ നമുക്കിതൊന്നുമില്ല. കോഴിക്കോട് അളകാപുരി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സോണൽ ബിസിനസ് ഹെഡ് സജിമോൻ സ്വാഗത ഭാഷണം നടത്തി. ചടങ്ങിൽ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറും CFOയുമായ PS സുരേഷ് അധ്യക്ഷത വഹിച്ചു. കമ്പനി സെക്രട്ടറി ജോബി മാത്യു, പബ്ലിക് റിലേഷൻസ് ചീഫ് മാനേജർ ലംബോദരൻ, ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ, ലയൺസ് ക്ലബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് വൈസ് ഗവർണർ രവി ഗുപ്ത, റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ, റോട്ടറി ക്ലബ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ഉഭയഭാനു, റീജിയണൽ പേഴ്സണൽ ഓഫീസർ പ്രമോദ് E, സോണൽ കസ്റ്റമർ കെയർ മാനേജർ ഉണ്ണികൃഷ്ണൻ PM, റീജിയണൽ ഫിനാൻസ് കൺട്രോളർ ഹരിദാസൻ CP, LDL ക്ലസ്റ്റർ ഹെഡ് സുരേഷ് V, റീജിയണൽ സ്റ്റോർ എക്സിക്യൂട്ടീവ് നാദ് RV, BMM മാത്യു ജോർജ്, സജീവ് കുമാർ, റീജിയണൽ കസ്റ്റമർ കെയർ മാനേജർ ബിപിൻ, NSS കരയോഗം പ്രസിഡന്റ് വത്സല ഗോപിനാഥ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പൊതുപ്രവർത്തനത്തിൽ നിന്നും തൽക്കാലം മാറി നിൽക്കുന്നുവെന്ന് ആവർത്തിച്ച് K മുരളീധരൻ. നിർമ്മാണ മേഖലയിൽ ഗവേഷണ കേന്ദ്രം തുടങ്ങണമെന്ന് MK രാഘവൻ MP. കാൽപ്പനിക പരിസ്ഥിതി പ്രവർത്തനമല്ല, ശോഭീന്ദ്രന്റേതുപോലുള്ള ഇഴുകിച്ചേർന്ന പരിസ്ഥിതി പ്രവർത്തനമാണ് ഇന്നത്തെ കാലത്തിനാവശ്യമെന്ന് കവി വീരാൻകുട്ടി. ഗാന്ധിയൻ മൂല്യങ്ങളെ പിൻപറ്റുന്ന പരമ്പരയാവണം നമ്മളെന്ന് CK നാണു MLA. സഭാ ഐക്യ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോകുന്ന CSI മലബാർ മഹാ ഇടവക ബിഷപ്പിന് ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റിയുടെ യാത്രയയപ്പ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.